നമ്മുടെ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളാണ്. അതാണ് എന്റെ ഞാൻ പറയുന്നത്. ഇപ്പോ ഒരു ശരാശരി മലയാളിയെ മികച്ച ജീവിത നിലവാരമുള്ള മലയാളിക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയുള്ളൊരു പരിശ്രമം ഇന്നത്തെ വളരെ സങ്കീർണമായ പ്രയാസം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹഘടനയിൽ അതിനെ മുറിച്ചു കടക്കാനുള്ള മികച്ച മലയാളിയെ നമുക്ക് രൂപപ്പെടുത്തണം. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടണം. സമൂഹത്തിലെ വലിയ കാശുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടി കിട്ടുക എന്നുള്ള നിലയിലുള്ള ഒരു പ്ലാനാണ് ഈ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തയ്യാറാക്കിയത്. പക്ഷെ നിർഭാഗ്യമായ സാഹചര്യം എന്താ വെച്ചാല് നമ്മൾ ഈ നല്ല നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ ആളുകളെ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് വർഗീയത. മതം പറയാ, ജാതി പറയാ, അതോടുകൂടി മനുഷ്യന്മാര് ആളെ വെടിയെത്തിച്ചുകൊണ്ട് എന്നേക്കുമില്ലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ബോധത്തിലേക്ക് ജാതി മത ചിന്തയെ കൊണ്ടുവന്ന് ആളുകളെ വിമർശിച്ച് പരസ്പരം ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കാൻ തോന്നുന്നത്. ഒരു മുസ്ലിം സുഹൃത്തിനെ പണ്ട് നമ്മൾ കാണുമ്പോൾ കണ്ടതുപോലെ അവരങ്ങൾ വർഗീയവാദിയായി കാണാം, അയാളായിട്ട് കാണാം. അങ്ങനെ കാണുമല്ലോ. അല്ലാതെ മനുഷ്യനെയൊക്കെ ഉണ്ടാവും, നിങ്ങളെ ജാതി ഞങ്ങളുടെ ജാതി, അങ്ങനെ ഇപ്പൊ ജാതിയിൽ അങ്ങനെയായിട്ടാണ് പോകും. നമ്മളെ നാടിന്റെ യഥാർത്ഥ ചരിത്രം എന്താ? ഈ ജാതിക്കുഴപ്പം ഇത്ര ഉണ്ടായിട്ടുള്ള നാടിന്റെ ലോകത്തില്ല നമ്മളെ പോലെ. ഇപ്പൊ നമ്മളെ നാട്ടില് ഈ ഹിന്ദുവിലെ തന്നെ എല്ലാ വിഭാഗത്തിനും ഒരുപോലെ ആരാധന സാധിക്കുമല്ലോ. ഒരു കാലം മുമ്പ് വരെ എല്ലാവർക്കും ഒരേമാതിരി ആരാധന പറ്റില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും ഞാനിപ്പോ ടി വി തുറന്നാൽ ഭജനയാണ്. ആ ടി വിയാണ് തുറന്നു നോക്കി ഒരുത്തന്നിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് ഞാൻ കൊണ്ട് തിരുവൈക്കം വാഴും ശിവശംഭോ എന്നുള്ള പാടി എന്റെ അമ്മ കുട്ടിക്കാലത്ത് പറയും. ഞാൻ അമ്മേനെ ഓർമ്മിച്ചോട്ടോ, അത് എല്ലാവരും പറയാതിരിക്കാൻ വയ്യല്ലോ. അമ്മയ്ക്ക് ആകെ ഒരു പാട്ടെന്താ ഇതായിരുന്നു. ഈ പിന്നെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ ദിവസവും ടി വി നോക്കുമ്പോൾ നമ്മള് റീൽസ് അടിച്ചാല് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഭജനകള്. ഞാൻ ഭജനയ്ക്ക് എല്ലായിട്ടും അറിയില്ല. ഭജനകൾ നിറയെ നമ്മുടെ സമൂഹത്തിൽ ഭജനകൾ വരും. പിന്നെ വേറൊരു ടി വി ഇപ്പൊ ഒരു പള്ളീന്റെ ചാനലിക്ക് അതിന്റെ വാർത്തകൾ വരും. ഒരു ചാനലിക്ക് ഭക്തി ചാനലുകൾ നിറഞ്ഞു നമ്മുടെ നാട്ടിൽ. സാമൂഹ്യ ചാനലുകളെക്കാൾ കൂടുതൽ ഭക്തി ചാനലുകൾ. ഭക്തി തർക്കമില്ല, ഭക്തി വർഗീയതയാകുമ്പോഴാണ് പ്രശ്നം. പണ്ട് നേരം മറിച്ചാ. പണ്ട് ഈ ഭജന ഇപ്പൊ പാടിയ ഭജന എല്ലാവരും പാടാൻ പറ്റില്ല. ഗുരുവായൂരിക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നട വരെ പോകാൻ പറ്റുള്ളൂ. കിഴക്കേ നടയിൽ ഒരാളുണ്ടായിരുന്നു പണ്ട്. ഗുരുവായൂര് ആലിന്റെ പേരെന്തായിരുന്നു? അല്ല, തീയന്മാരാലി തന്നെ പേര്. ഇപ്പോഴാണ് ഈ പേര് മനസ്സിലായി. കഥ ഞാൻ പറഞ്ഞേ മനസ്സിലായൊക്കെ. ആലുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവര് പറയാണ് മഞ്ജുളായി. അല്ല, ഈ മഞ്ജുളായിന്റെ പഴയ പേരെന്താ? തീയന്മാരാലെന്ന് പറഞ്ഞാൽ അറിയാത്തൊരു തന്നെ മനസ്സിലാക്കി കോട്ടിൽ വെച്ചോളൂ. തീയന്മാരായിരുന്ന ആലുണ്ടായിരുന്നു. ഗുരുവായൂർ തീയന്മാരുടെ ആലുന്ന ആലുണ്ടായിരുന്നു. ആ ആലിന്റെ ചൂട്ടിലാണ് ആര് പോവാ? തീയൻ, ആശാരി, മൂശാരി, പട്ടികാരിക്കാരൻ, ഇവരൊക്കെ ഈ ആലിന്റെ ചൂട്ടില്ല. പൂജാരി അവിടെ വരിക. ഇവൻ അമ്പലത്തേക്ക് കയറ്റൂല. കാരണം എന്താ? അമ്പലത്തിലേക്ക് കയറ്റുന്നതിന് സനാതന ഹിന്ദുക്കളില്ല. ഹിന്ദു പറഞ്ഞ രണ്ടു കൂട്ടരുണ്ട്. ഹിന്ദുണ്ട്, സനാതന ഹിന്ദുണ്ട്. സനാതന ഹിന്ദുവിൽ ആരും വിടൂല. ഈഴവും വിടൂല, തീയും വിടൂല, പട്ടികാരിക്കാരും വിടൂല, ആശാരി വിടൂല, മൂശാരി വിടൂല, ദളിതം വിടൂല. ഇവരൊന്നും സനാതനത്തിൽ വിടൂല. മനസ്സിലായത്? ഇന്ത്യയിലെ സനാതന ഹിന്ദുത്വം വേണമെന്ന് പറഞ്ഞ പാർട്ടി അതാ. ആരാ? BJP, RSS ആണ്. മനസ്സിലായോ? നമ്മള് കാണുമ്പോ പറയില്ല, എന്നോട് പറയും, നമ്മോട് പറയും നമ്മൾ സനാതന ഹിന്ദു. ഈയിടെ വലിയ ചർച്ചയൊക്കെ ഉണ്ടായി. സനാതന ഹിന്ദു ഇതിനെതിരാണെന്ന് ഉദയനിധി മരണമൊക്കെ പറഞ്ഞു. വലിയ ചർച്ച. ഞങ്ങൾ സനാതന ഹിന്ദുക്കളാണ്. ആര്? BJP അല്ലെങ്കിൽ RSS. സനാതന ഹിന്ദുത്വം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ഏതാ സനാതന ഹിന്ദുത്വം? ആ സനാതന ഹിന്ദുത്വമാണ് ആയിരക്കണക്കിന് കൊല്ലം പിന്നോക്ക ജാതിക്കാരനെ അമ്പലത്തിന്റെ പടിയടിച്ച് പുറത്തേക്ക് എത്തി. അതാണ് ചരിത്രം.